ഈ മനോരമ സംഘടിപ്പിച്ച ഹോർത്തൂസ് എന്ന് പറയുന്ന പരിപാടിയിൽ കഴിഞ്ഞ 2-3 ദിവസമായി നമ്മുടെ പണിക്കർ, ശ്രീജിത്ത് പണിക്കർ അദ്ദേഹം വളരെ ഗൗരവമായ ചില പോസ്റ്റുകളിട്ട് ആവേശം കൊള്ളുന്നത് കണ്ടു. അവരെ ബോധ്യപ്പെടുത്തിയതിന് നന്ദി, അങ്ങനെ ചെയ്തതിന് നന്ദി, ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് തന്നെ ഈ സമാജം ഗ്രൂപ്പുകളിലാകെ ഇങ്ങനെ പണിക്കർ അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അവിടെ തകർത്തതിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് പലരും ഇങ്ങനെ എഴുതിയിടുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ ഈ അവിടെ നടന്നത് എന്താണ്, പങ്കെടുത്തില്ലല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊരു സംശയം തോന്നിയത്. എന്തായിരിക്കും അവിടെ നടന്നത്, ഈ പണിക്കർ സാർ എങ്ങനെയായിരിക്കും അതിനെ എതിർത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് അതിനൊരു വീഡിയോ ഒക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത് പണിക്കരെ തടയാൻ ശ്രമം, പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ എന്ന് പണിക്കർ എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് കണ്ടു. പിന്നെ അതുകൂടാതെ അദ്ദേഹം തന്നെ ചാരി നിന്നുകൊണ്ട് അംബേദ്കർ ഹിന്ദുമതത്തെ മാത്രമല്ല വിമർശിച്ചതെന്ന് ഇന്നാട്ടിലെ അംബേദ്കറൈറ്റുകൾ 7-8 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ, സന്തോഷം മാത്രം എന്നൊക്കെ പറഞ്ഞ് പുള്ളി തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പുള്ളി തന്നെ ഒരു വണ്ടിയുടെ പുറകിൽ ചാരി നിന്നാണ് ആ പോസ്റ്റ്. സാധാരണ ഇതൊക്കെ ഞാൻ അടിച്ച് തകർത്തു എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഇടുന്നത് ഒരു അനൗചിത്യമുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് പുള്ളി ചിലതിലൊക്കെ പറയാറുള്ള ഒരാളാണ് പണിക്കർ. എന്ന് വെച്ചാൽ പണിക്കർ എത്രത്തോളം സൂക്ഷ്മതയുള്ള ആളാണെന്ന് വെച്ചാൽ ഈ നേപ്പാളിൽ ഇന്ത്യയെ ആക്രമിക്കാൻ വന്ന സമയത്ത് ഇന്ത്യക്കൊപ്പമാണ് നിൽക്കേണ്ടത്, പാകിസ്ഥാനൊപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നാൽ ഞാൻ ഇന്ത്യക്ക് വേണ്ടി പോരാടണം, അതാണ് വിശ്വാസം എന്ന് പുള്ളി പറഞ്ഞു. പറഞ്ഞത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തിനാണ് അങ്ങനെ മക്കയും മദീനയും പറഞ്ഞത് എന്നുള്ളതാണ്. താമസമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലെ മുസ്ലിങ്ങളുടെ ഹൃദയഗേഹങ്ങളാണ് മക്കയും മദീനയും. അത് ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ വന്നാൽ പോലും അതിനേക്കാൾ ശ്രേഷ്ഠമാണ് രാജ്യസ്നേഹം, രാജ്യത്തോടൊപ്പം നിൽക്കേണ്ടതെന്ന് പറയാനാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ അത് പണിക്കർക്ക് അത്രമേലത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അതിൻ്റെ വാചകഘടനയെ പണിക്കർ വളരെ കണക്കറ്റ് ചോദ്യം ചെയ്തിട്ടുണ്ട്. കാരണം പണിക്കരൊരു രാജ്യസ്നേഹിയാണെന്ന് മാത്രമല്ല അങ്ങനെ ജീവിച്ചിരിക്കുന്ന രാജ്യസ്നേഹിമാരിൽ ഒരാളാണ്. ഏതായാലും ചോദിച്ചത് സമയമാണ്, സംവരണമല്ല, പ്രസ്താവന അംബേദ്കർ വിരുദ്ധമാണെന്ന് ശ്യാം സാർ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി വീണ്ടും അതിലിങ്ങനെ പോസ്റ്റിട്ട് പുള്ളിയുടെ പടമൊക്കെ വെച്ച് പോസ്റ്റിട്ടപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ അവിടെ നടന്ന കാര്യം എന്താണ് എന്ന് ഒന്ന് കയറി നോക്കിയപ്പോഴല്ലേ സംഗതി മനോരമ മൈക്ക് പിടിച്ച് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മനോരമയൊന്നും അങ്ങനെ ചെയ്യുന്നവരല്ല. അവർക്ക് അവരുടേതായ ചില പ്രിൻസിപ്പിൾസൊക്കെ ഉണ്ട്. അവർക്കെന്തോ അംബേദ്കറിനോട് പ്രത്യേകമായ ഇഷ്ടം, അല്ലെങ്കിൽ അവർക്കെന്തോ പ്രത്യേകമായിട്ട് ശ്യാംകുമാറിനോട് ഇഷ്ടമൊന്നുമില്ല. അത് അവർ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയവുമായോ അല്ലെങ്കിൽ മതബോധവുമായോ ഒന്നും അതിന് ബന്ധപ്പെടില്ല. അതിനേക്കാൾ അവർക്ക് കൂടുതൽ ഇഷ്ടം പണിക്കരോടാണ് വരേണ്ടത്. അപ്പോൾ പണിക്കർക്ക് സമയം കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ എന്തായാലും മനോരമയ്ക്ക് ആ ഭാഗത്ത് വീഴ്ച വരാൻ ഒരു സാധ്യതയില്ല. കാരണം മനോരമ അതൊക്കെ ടൈംലിനെസ് പാലിച്ച് കൃത്യമായി ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ വളരെ പ്രൊഫഷണലായി ചെയ്യാൻ കഴിവും അതിൻ്റെ എക്സ്പീരിയൻസും അങ്ങനെ ചെയ്ത അനുഭവങ്ങൾക്കും സാക്ഷിയായിട്ടുള്ള ഒരാളുമാണ് ഞാൻ. എന്തായാലും അത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഒരല്പം ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. ഇതാണ് ശ്യാംകുമാർ പറഞ്ഞത്. അംബേദ്കർ കത്തിച്ചത് ഖുർആനല്ല, മനുസ്മൃതിയാണ്. അത് നമ്മൾ മറന്നുപോകും. അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു, ഏതൊരു യുക്തിയും നിഷേധിക്കുന്നു, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്നു, വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് പറഞ്ഞത്. ബോംബ് വെച്ച് പൊട്ടിക്കണമെന്ന് ആണ് കുറഞ്ഞ വാക്കുകളിൽ പറഞ്ഞത്. അദ്ദേഹം ഭരണഘടനാ ധാർമ്മികതയെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തുന്ന അവസരത്തിൽ ബോംബെയിൽ പറഞ്ഞു, ന്യൂനപക്ഷത്തെ എല്ലായ്പ്പോഴും കൂടെ നിർത്തണം, ഒരിക്കലും അതിനുമേൽ സ്വേച്ഛാധിപത്യം നടത്തരുത്. ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞു. ഇന്ത്യയിലെ ജനങ്ങളോട്, ഭരണകൂടത്തോട് അംബേദ്കർ പറഞ്ഞ ഈ കാര്യം അംബേദ്കറെ എങ്ങനെ വായിക്കണമെന്നുള്ള കാര്യത്തിലും ബാധകമാണ്. അംബേദ്കറെ വായിക്കേണ്ടത് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുമാണ്. അല്ലാതെ അംബേദ്കറൈറ്റുകൾ കൂടിയിരുന്ന് വായിക്കുന്ന ഒരു സംഗതിയല്ല അംബേദ്കർ. കാരണം അംബേദ്കർ ആഗോള നീതിയുടെ പ്രവാചകനാണ്. അദ്ദേഹം ഒരു പബ്ലിക് ഇന്റലക്ച്വലാണ്, രാഷ്ട്രീയ ചിന്തകനാണ്. എന്ന് പറഞ്ഞാൽ അംബേദ്കർ തന്നെ ഇന്ത്യയെ മനസ്സിലാക്കാനുള്ള ഒരു രീതിശാസ്ത്രമാണ് എന്ന് ഡോക്ടർ മീരാനന്ദ, ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ ഡോക്ടർ മീരാനന്ദ അവരുടെ പ്രോഫിറ്റ് ഫേസിംഗ് ബാക്ക്വേർഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതുന്നു. ഇവിടെയൊക്കെയാണ് ഈ ശ്യാംകുമാറിനൊക്കെ തെറ്റിയത്. പണിക്കരിരിക്കുന്ന വേദിയിൽ ഒരാഗോള ചിന്തകനാണ് അംബേദ്കർ എന്നൊക്കെ പറഞ്ഞാൽ പണിക്കർക്ക് സഹിക്കുമോ? അല്ലെങ്കിൽ പണിക്കരെ പോലെ ഒരാഗോള ചിന്തകനാണ് അംബേദ്കർ എന്ന് പറയണമായിരുന്നു.
എങ്കിൽ മാത്രമല്ലേ പണിക്കർക്ക് സഹിക്കുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾ പണിക്കരെ ചൊടിപ്പിച്ചു. ആ ചൊടിപ്പിച്ചെന്ന് മാത്രമല്ല, അതിൻ്റെ ആദ്യ ഭാഗത്ത് നിങ്ങൾ പറഞ്ഞൊരു വാദത്തെ പണിക്കർ ഖണ്ഡിച്ചത് അത് വളരെ രസകരമാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹിന്ദുമതത്തിൽ നിന്ന് മാറിയപ്പോൾ ഗീത കത്തിച്ചു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഖുറാനും ബൈബിളും ഒക്കെ കത്തിക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ആ മതത്തിലായിരുന്നില്ല, അതുകൊണ്ട് കത്തിച്ചില്ല എന്നാണ് പറയുന്നത്. എന്തൊരു യുക്തിയാണ്, ഒന്ന് ആലോചിച്ച് നോക്കണേ. സാധാരണ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സംഗതിക്കെതിരെ ഉണ്ടാവുമ്പോൾ എല്ലാത്തിനെയും കത്തിക്കിട്ടാണ് പോകേണ്ടത്. പക്ഷേ പുള്ളി അങ്ങനെ കത്തിച്ചില്ല. പുള്ളി കത്തിച്ചത് ഈ പറയുന്ന ഈ ജാതി ശ്രേണി പറഞ്ഞ ചാതുർവർണ്ണ്യം മായാസൃഷ്ടം ദൈവസൃഷ്ടിയാണ് ഈ 4 വർണ്ണങ്ങളെന്ന് പഠിപ്പിച്ച അധമരാക്കി ഒരു ജനവിഭാഗത്തെ തള്ളിക്കളഞ്ഞതിൻ്റെ അനുഭവസ്ഥമായ ഗ്രന്ഥമാണ് കത്തിച്ചത്. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങൾ പണിക്കരെ വേദനിപ്പിച്ചു. അംബേദ്കർ എഴുതിയ ചിന്തകളിലൂടെ കടന്നു പോകണമെന്നാണ് മീര നന്ദ സൂചിപ്പിച്ചത്. ഈ സന്ദർഭത്തിൽ നമ്മൾ വായിച്ചു പോകേണ്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. 1956 ഒക്ടോബർ 14-ാം തീയതി ബുദ്ധമത പരിവർത്തന ചടങ്ങിൽ അംബേദ്കർ ചൊല്ലിയ പ്രതിജ്ഞ ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ് എന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ വിശ്വാസമില്ല, അതിനാൽ ഞാൻ അവരെ ആരാധിക്കില്ല. വേണമെങ്കിൽ പുള്ളിക്ക് ഖുറാനിൽ എനിക്ക് വിശ്വാസമില്ല, എനിക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല എന്ന് പറയാമായിരുന്നു. പക്ഷേ ബുദ്ധമത പരിവർത്തന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ വിശ്വാസമില്ല, അതിനാൽ ഞാൻ അവരെ ആരാധിക്കില്ല. എനിക്ക് രാമനിലും കൃഷ്ണനിലും വിശ്വാസമില്ലാത്തതിനാൽ ഞാൻ അവരെ ആരാധിക്കില്ല. എനിക്ക് ഗൗരിയിലും ഗണപതിയിലും മറ്റ് ഹിന്ദു ദൈവങ്ങളിലും ദേവിമാരിലും വിശ്വാസമില്ലാത്തതിനാൽ ഞാൻ അവരെ ആരാധിക്കില്ല. ദൈവങ്ങളുടെ അവതാര സിദ്ധാന്തത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഞാൻ ശ്രാദ്ധമൂട്ടുകയോ പിണ്ടം വെക്കുകയോ ചെയ്യില്ല. ഞാൻ ബ്രാഹ്മണരെ കൊണ്ട് ഒരു ചടങ്ങ് നടത്തിക്കില്ല. മനുഷ്യവംശത്തിന്റെ തുല്യതയിൽ ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യരെ താഴ്ന്നവരെന്ന വിവേചനത്തോടെ പെരുമാറുന്ന മനുഷ്യകുലത്തിന്റെ ഐശ്വര്യത്തിന് ഹാനികരമായ ഹിന്ദുമതത്തെ ഞാൻ ഉപേക്ഷിക്കുകയും ഇന്നു മുതൽ ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറഞ്ഞത്. ഇനി അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഈ ശ്യാംകുമാറിൻ്റെ പേജിൽ തന്നെയുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്കത് മുഴുവൻ കേൾക്കാം. അപ്പോൾ ഇതൊരു വശമാണല്ലോ എന്ന് ഞാൻ ഓർത്തിട്ട് എന്തായിരിക്കും ഈ പണിക്കർ സാർ അവിടെ കത്തിച്ചത് എന്നുള്ളത് എനിക്ക് അറിയാനൊരു കൗതുകം വന്നു. സ്വാഭാവികമായി പണിക്കർ സാർ ഇതിനകത്ത് എടുത്ത ഒരു നിലപാട് ഈ പറഞ്ഞതാണ്. അതായത് എന്തുകൊണ്ട് ഈ അംബേദ്കർ ഹിന്ദുമതത്തിൻ്റെ ഈ ആചാരങ്ങളെ എതിർത്തു, ഇസ്ലാം മതത്തെ എതിർത്തില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം അംബേദ്കർ ഹിന്ദുമതത്തിൽ നിന്ന് മാറിയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ മറ്റേനെ എതിർത്തേനെന്നാണ് പുള്ളിയുടെ വാദം. പുള്ളി അത്തരം ചില വാദങ്ങൾ ഉന്നയിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോഴും മനസ്സിൽ ഓർത്തു നിൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പേജിൽ ഈ രാമൻ്റെ സദസ്സ് വരെ മാത്രം കണ്ടിട്ട് അതിൻ്റെ അപ്പുറത്തെ പേജിലുണ്ടായിരുന്ന ടിപ്പു സുൽത്താനെയും ഝാൻസി റാണി ലക്ഷ്മിബായിയെയും കാണാതെ പോയ കണ്ണുകളാണ് പണിക്കരുടേത്. അപ്പോൾ അതുകൊണ്ട് പണിക്കർ അങ്ങനെ ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ എന്നാൽ പണിക്കർ പറഞ്ഞതും ആളുകൾ പ്രതികരിച്ചതും ദേ ഇങ്ങനെയാണ്. അത് കണ്ടോളൂ. പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുകയല്ല വേണ്ടത്, മറിച്ച് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് നാട്ടുകാർക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിലത്തേക്ക് നിങ്ങൾ കാര്യം ചെയ്യണമെന്നാണ്. അതിന് നമ്മുടെ നാട്ടിൽ വളരെ കൃത്യമായിട്ട് കോടതികൾ പറയുന്നുണ്ട്, നീതി എന്നത് നടപ്പാക്കിയാൽ പോരാ, അത് നടപ്പാക്കി എന്ന് പൊതുസമൂഹത്തിന് ബോധ്യം കൂടി ഉണ്ടാകണം. സീതയെ ഉപേക്ഷിക്കുന്ന സമയത്ത് രാമൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എനിക്ക് സമയം വേണ്ടേ, എനിക്ക് സമയം വേണ്ടേ, സംവരണം ചോദിക്കുന്നില്ല, സമയം മതി, സംവരണം വേണ്ട, സമയം മതി. നോക്കൂ, വളരെ ലളിതം. സംവരണം മോശമാണോ? സംവരണം മോശമാണോ? സംവരണം മോശമാണോ? സംവരണം മോശമാണോ? അല്ല, കൂവുന്ന എന്തിനാ? കൂവുന്ന എന്തിനാ? കേക്കൂ, എനിക്ക് സമയം കിട്ടണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ സംവരണം ചോദിക്കണോ? ഞാൻ സംവരണമല്ല ചോദിക്കുന്നത്. ഞാൻ എന്റെ ഓപ്പർച്യൂണിറ്റി കേൾക്കൂ. ഞാൻ കൂടി തോപ്പിക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ, മറുപടി പറയുകയല്ലേ ചേട്ടാ, മറുപടി പറയുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ആ അനീതി കാണുന്നില്ല, ഇതാണ് പ്രശ്നം. നിങ്ങൾ ഇവിടെ ആൾക്കാർ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം ഞാൻ സംസാരിച്ച് 3 മിനിറ്റ് ആകുന്ന സമയത്ത് ഇത്രയും നേരം ഈച്ച അടിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. നോക്കൂ, രാമന് നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്, മനോരമയാണ്. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? അദ്ദേഹത്തിന് കൊടുത്ത സമയം അവസാനിച്ചപ്പോൾ മനോരമയുടെ ഇടപെട്ടപ്പോൾ പുള്ളി എന്താ മറുപടി പറഞ്ഞത്? എനിക്ക് സമയമാണ് വേണ്ടത്, സംവരണമല്ല. അപ്പോൾ ആ സംവരണ സമുദായത്തെ പുള്ളി ഇറിറ്റേറ്റ് ചെയ്യുക. കാരണം
പുള്ളിയെടുത്ത് ആരും അവിടെ ഇരുത്തിക്കൊണ്ട് പണിക്കർക്ക് സംവരണം ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയം ചർച്ച ചെയ്തില്ല. അപ്പോൾ എന്താ ചെയ്തത്? പുള്ളി പറഞ്ഞത് ആദ്യ ഭാഗം എന്ന് പറഞ്ഞാൽ രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചതിൻ്റെ നീതിയാണ് പറഞ്ഞത്. അതിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള ഒത്തിരി പേരുണ്ട്. MD വാസുദേവൻ നായരെ പോലെ, കുട്ടിക്കൃഷ്ണമാരാരെ പോലെ ഒക്കെയുള്ള ഒരുപാട് ആളുകൾ രാമൻ വിമർശിക്കപ്പെടുന്നുവെന്നും ലക്ഷ്മണനാണ് താരമെന്നും പിന്നെ ഒക്കെ പറഞ്ഞ് ഒരുപാട് വ്യത്യസ്തമായ വീക്ഷണകോണിൽ നിന്ന് ഒരു ഇതിഹാസം എന്നുള്ള നിലയിൽ രാമായണത്തിൻ്റെ വ്യത്യസ്ത വീക്ഷണങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അംബേദ്കർക്കുള്ള അഭിപ്രായം പറഞ്ഞതിന് പകരമാണ് പുള്ളി ആദ്യ ഭാഗം പറഞ്ഞത്. എന്നിട്ട് സമയം ദീർഘിപ്പിച്ചു വേണമെന്ന് പറയുമ്പോൾ നമ്മളാണെങ്കിൽ എന്താ പറയുന്നത്? അല്പസമയം കൂടി വേണം, അല്ലെങ്കിൽ എനിക്കിത് ഫിനിഷ് ചെയ്യാൻ ഞാനിപ്പോൾ ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യാം, അല്ലെങ്കിൽ 7 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യാം. തടഞ്ഞതാരാ? അല്ലെങ്കിൽ നിയന്ത്രണം കൊണ്ടുവന്നതാരാ? അതിൻ്റെ മോഡറേറ്റർ ആരാ? മനോരമയാണ് അവിടെ പണിക്കരെ നിയന്ത്രിച്ചത്. അപ്പോൾ പണിക്കർ ഉടനെ പറഞ്ഞതെന്താ? എനിക്ക് സമയമാണ് വേണ്ടത്, സംവരണമല്ലെന്ന്. അപ്പോൾ ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? കൂവലായിരുന്നു. ആ കൂകിയിട്ടിറങ്ങി പുറത്തു നിന്ന് പുള്ളിയുടെ ഇഷ്ടക്കാരോട് 2-3 പേരോട് എന്തൊക്കെയോ പറഞ്ഞതാണ്. ഈ അപകടം മനസ്സിലാക്കി പുള്ളി അവിടെ ചീഞ്ഞു എന്നുള്ളത് പുറത്തറിയിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി പുള്ളിക്ക് ഭയങ്കരമായ ഒരു ഹൈപ്പ് കൊടുത്തത്. അതിൻ്റെ ഭാഗമായാണ് പുള്ളി ഇങ്ങനെ പോസ്റ്റുമൊക്കെ ഇട്ടത്. സത്യത്തിൽ പണിക്കരയിലെ പണ്ടാണ്ട് പറഞ്ഞതുപോലെ നമ്മൾ അങ്ങാടിയിൽ തോറ്റുപോയതിന് വേറെ കലിപ്പ് കാണിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഏതായാലും ആ നടന്നതിൻ്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ ലഭ്യമാണ്, നിങ്ങൾക്ക് കേൾക്കാവുന്നതുമാണ്.